ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വേൾഡ്. PSC നടത്തിയ ഡ്രൈവർ പരീക്ഷകളിൽ ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അസിസ്റ്റന്റ് പ്രിസൺ ഡ്രൈവർ തുടങ്ങിയ എല്ലാ ഡ്രൈവർ പരീക്ഷകൾക്കും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 15. പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി 15 വർഷമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു ഗുഡ്സ് വാഹനത്തിന്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും 12 ടണ്ണിൽ കൂടുതലായാൽ ആ വാഹനം താഴെ പറയുന്ന ഏത് കാറ്റഗറിയിൽ പെടും? ആൻസർ ഓപ്ഷൻ എ ആണ്, കാറ്റഗറി N3. ഒരു ഗുഡ്സ് വാഹനത്തിന്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും 12 ടണ്ണിൽ കൂടുതലായാൽ ആ വാഹനം കാറ്റഗറി N3യിൽ പെടും. അടുത്ത ചോദ്യം, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് മോട്ടോർ വാഹന നിയമം 1988 ഏത് സെക്ഷൻ പ്രകാരമാണ്? ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 15. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 15 പ്രകാരമാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഏത് റൂളിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നത്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റൂൾ 21. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 റൂൾ 21 വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഒരു പ്രദേശത്തെ ലൈസൻസിംഗ് അതോറിറ്റിയായി നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ. ഒരു പ്രദേശത്തെ ലൈസൻസിംഗ് അതോറിറ്റിയായി നിയമിച്ചിരിക്കുന്നത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറെയാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തതേത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. മാക്സി ക്യാബ്, കോൺട്രാക്ട് ക്യാരിയേജ്, ഗുഡ്സ് ക്യാരിയേജ്, മോട്ടോർ ക്യാബ്. പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തതേത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗുഡ്സ് ക്യാരിയേജ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏതു വാഹനത്തിനാണ് പെർമിറ്റിന്റെ ആവശ്യകത ഇല്ലാത്തത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. സ്റ്റേജ് ക്യാരിയേജ്, ആംബുലൻസ്, കോൺട്രാക്ട് ക്യാരിയേജ്, പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആംബുലൻസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. മോട്ടോർ സൈക്കിളോ 3 വീലറോ ഓടിക്കുമ്പോഴോ റൈഡ് ചെയ്യുമ്പോഴോ ഡ്രൈവറോ റൈഡറോ മറ്റൊരു വാഹനത്തെ പിടിക്കുകയോ തള്ളുകയോ ചെയ്യാവുന്നതാണ്. ഈ പ്രസ്താവനയാണ് തെറ്റ്. ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. ഒരു മോട്ടോർ വാഹനം ക്യാരിയേജ് വേയിലൂടെ ആയിരിക്കണം ഓടിക്കേണ്ടത്. പുറകോട്ടെടുക്കുന്ന വാഹനത്തിൽ നിന്ന് ഡ്രൈവർ സുരക്ഷിതമായ അകലം പാലിക്കേണ്ടതാണ്. വാഹനത്തിൽ ഉച്ചത്തിലുള്ള മ്യൂസിക് സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല എന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ഒരു തുരങ്കത്തിൽ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഓപ്ഷൻസ് നോക്കാം. മറ്റു വാഹനങ്ങളെ മറികടക്കുക, യു ടേൺ എടുക്കുക, പുറകോട്ടടിക്കുക, ഇവയെല്ലാം. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. മറ്റു വാഹനങ്ങളെ മറികടക്കുക, യു ടേൺ എടുക്കുക, പുറകോട്ടടിക്കുക, ഇവ 3ഉം ഒരു തുരങ്കത്തിൽ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്
ഓപ്ഷൻ ബി ആണ്. ഒരു ഇരുചക്ര മോട്ടോർ വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കാവുന്നതാണ്. ഈ പ്രസ്താവന തെറ്റാണ്. ബാക്കിയുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. വാഹനങ്ങൾ കെട്ടിവലിക്കുമ്പോൾ പരമാവധി വേഗം 25 കിലോമീറ്ററിൽ കൂടാൻ പാടില്ല. കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള ദൂരം 5 മീറ്ററിൽ കൂടാൻ പാടില്ല. കെട്ടിവലിക്കാൻ ഉപയോഗിക്കുന്ന കയറോ ചെയിനോ മറ്റ് റോഡ് ഉപയോഗിക്കുന്നവർക്ക് സ്പഷ്ടമായി കാണാൻ സാധിക്കുന്നതായിരിക്കണം. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ബി മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, ഡ്രൈവിംഗ് പഠനത്തിൻ്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് റൂൾ പ്രകാരമാണ്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, റൂൾ 31. റൂൾ 31 പ്രകാരമാണ് ഡ്രൈവിംഗ് പഠനത്തിൻ്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പരിക്കു പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതോടൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ എമർജൻസി വാഹനം അല്ലാത്തതേത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, ആംബുലൻസ്, ഫയർ എഞ്ചിൻ ഇവയെല്ലാം. ഇതിൽ എമർജൻസി വാഹനം അല്ലാത്തതേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എമർജൻസി വാഹനമല്ല. ആംബുലൻസ്, ഫയർ എഞ്ചിൻ എന്നിവ എമർജൻസി വാഹനങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധി ഏതാണ്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. റിയർ വ്യൂ മിറർ, ഹെഡ്ലൈറ്റ് സ്വിച്ച്, വിൻഡ് സ്ക്രീൻ വൈപ്പർ സ്വിച്ച് ഇവയെല്ലാം വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധികളാണ്. അടുത്ത ചോദ്യം, ഒരു ഡ്രൈവർ റോഡിലെ ആപത്കരങ്ങളായ ഹസാർഡുകളെ കണ്ടെത്തി അവ തനിക്ക് എത്രത്തോളം അപകടകാരിയാണെന്ന് ദീർഘവീക്ഷണം ചെയ്ത് അപകടം ഒഴിവാക്കുന്നതിന് താൻ എന്തു ചെയ്യണമെന്ന് തീരുമാനിച്ച് അതനുസരിച്ച് വാഹനം നിയന്ത്രിക്കുന്ന രീതിക്ക് പറയുന്ന പേര്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, IPDE. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ 4 വരി ദേശീയപാതകളിൽ മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 100 km/h. കേരളത്തിലെ 4 വരി ദേശീയപാതകളിൽ മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗതയാണ് 100 km/h. അടുത്ത ചോദ്യം, ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കാണ് ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള അധികാരമുള്ളത്. അടുത്ത ചോദ്യം, താഴെയുള്ള പ്രസ്താവനകളിൽ ശരിയേത്? ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, പിഴ ഒടുക്കേണ്ടതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കപ്പെടേണ്ടതും ആയ കുറ്റമാണ്. അതായത് ഹെൽമറ്റ് ധരിക്കാതെ ഒരു ഇരുചക്ര വാഹനം ഓടിക്കുന്നത് പിഴയൊടുക്കേണ്ടതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കപ്പെടേണ്ടതുമായ കുറ്റമാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓപ്ഷൻ സി ആണ് ശരിയായത്. അടുത്ത ചോദ്യം, മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 185 പ്രകാരം രക്തപരിശോധനയിൽ ഒരു ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായ കുറ്റം ചുമത്തപ്പെടാൻ വേണ്ടുന്ന കുറഞ്ഞ അളവ്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 100 മില്ലി രക്തത്തിൽ ആൽക്കഹോൾ അംശം 30 മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോൾ. അടുത്ത ചോദ്യം നോക്കാം. താഴെയുള്ള പ്രസ്താവനകളിൽ ശരിയേത്? മോട്ടോർ വാഹന നിയമം 1988
സെക്ഷൻ 192 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത മോട്ടോർ വാഹനം ഉപയോഗിക്കാവുന്ന സാഹചര്യം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം. അടിയന്തിരമായി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന്, അടിയന്തിര ഘട്ടങ്ങളിൽ മരുന്നുകൾ എത്തിക്കുന്നതിന്. അടുത്ത ചോദ്യം, മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 134A പ്രതിപാദിക്കുന്ന ഗുഡ് സമരിറ്റൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം. അപകടത്തിൽ പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുന്നയാൾ. അപകട സ്ഥലത്ത് നിന്ന് വാഹനം നീക്കം ചെയ്യുവാൻ സഹായിക്കുന്ന ആൾ. അപകടം സംഭവിച്ച ഉടൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നയാൾ. ഇതാണ് ഗുഡ് സമരിറ്റൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 207 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാതെ സർവീസ് നടത്തിയ വാഹനം പിടിച്ചെടുക്കുവാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പോലീസ് സബ് ഇൻസ്പെക്ടർ. മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 207 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാതെ സർവീസ് നടത്തിയ വാഹനം പിടിച്ചെടുക്കുവാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാണ് പോലീസ് സബ് ഇൻസ്പെക്ടർ. അടുത്ത ചോദ്യം, ഒരു മോട്ടോർ സൈക്കിളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 4ഉം. പിൻചക്രം ഭാഗികമായി മറയ്ക്കുന്ന സുരക്ഷാ സംവിധാനം, സാരി ഗാർഡ്. പിൻസീറ്റ് യാത്രക്കാരന് പിടിച്ചിരിക്കുവാൻ വേണ്ട പിടി, ഹാൻഡ് ഹോൾഡ്. പിൻസീറ്റ് യാത്രക്കാരന് ഉപയോഗിക്കാവുന്ന ഫുഡ് റെസ്റ്റുകൾ, ഫുഡ് റെസ്റ്റ്സ്. ഇവയാണ് ഒരു മോട്ടോർ സൈക്കിളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ. അടുത്ത ചോദ്യം, റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ച് ഒരു മോട്ടോർ കാറിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം. ടൂൾ കിറ്റ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്. റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ച് ഒരു മോട്ടോർ കാറിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങളാണ് ടൂൾ കിറ്റും ഫസ്റ്റ് എയ്ഡ് കിറ്റും. അടുത്ത ചോദ്യം നോക്കാം. താഴെ പ്രതിപാദിച്ചവയിൽ ഏതുതരം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമല്ല? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം 4ഉം. ഫയർ ടെൻഡർ, ആംബുലൻസുകൾ, പോലീസ് വാഹനങ്ങൾ, 80 km/മണിക്കൂർ വേഗതയിൽ താഴെ മാത്രം സഞ്ചരിക്കുവാൻ കഴിയുന്ന ചരക്ക് വാഹനങ്ങൾ. ഏതൊക്കെയാണ്? ഫയർ ടെൻഡർ, ആംബുലൻസുകൾ, പോലീസ് വാഹനങ്ങൾ, 80 km/മണിക്കൂർ വേഗതയിൽ താഴെ മാത്രം സഞ്ചരിക്കുവാൻ കഴിയുന്ന ചരക്കു വാഹനങ്ങൾ എന്നീ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമല്ല. അടുത്ത ചോദ്യം, ഹസാഡസ് ചരക്കുകൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളിൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ പ്രദർശിപ്പിക്കേണ്ടത് എവിടെയെല്ലാം? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. പിൻഭാഗത്തും ഇരുവശങ്ങളിലും. പിൻഭാഗത്തും ഇരുവശങ്ങളിലുമാണ് ഹസാഡസ് ചരക്കുകൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളിൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ പ്രദർശിപ്പിക്കേണ്ടത്. അടുത്ത ചോദ്യം, സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെയിൻറ്റിൻ്റെ നിറം. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം. ഒലീവ് ഗ്രീൻ, നേവി ബ്ലൂ. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെയിൻറ്റിൻ്റെ നിറങ്ങളാണ് ഒലീവ് ഗ്രീനും നേവി ബ്ലൂവും. അടുത്ത ചോദ്യം നോക്കാം. സ്പാർക്ക് അറസ്റ്റർ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട വാഹനം. സ്പാർക്ക് അറസ്റ്റർ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട വാഹനം ഏതാണ്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പെട്രോളിയം ടാങ്കർ ട്രക്ക്. പെട്രോളിയം ടാങ്കർ ട്രക്കിലാണ് സ്പാർക്ക് അറസ്റ്റർ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത്. അടുത്ത ചോദ്യം, ഫാസ്ടാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനം. ഫാസ്ടാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനം ഏതാണ്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. മോട്ടോർ ക്യാബ്. മോട്ടോർ ക്യാബിലാണ് ഫാസ്ടാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ടത്.
PSC നടത്തിയ ഡ്രൈവർ പരീക്ഷകളിൽ ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അസിസ്റ്റന്റ് പ്രിസൺ ഡ്രൈവർ തുടങ്ങിയ എല്ലാ ഡ്രൈവർ പരീക്ഷകൾക്കും ഇതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്